ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് അറിഞ്ഞില്ല. ഇസ്രയേൽ വിളിക്കുന്നു, ഇപ്പോൾ വേണം 15,000 പേര് ജോലി തരും. ഇസ്രയേൽ 15,000 പേര് എന്ന് വെച്ചാൽ 10,000 പേര് നിർമ്മാണ തൊഴിലാളികൾ, 5,000 കെയർ ഗീവേഴ്സ്. അപ്പോൾ നിർമ്മാണ തൊഴിലാളികളെയും കെയർ ഗീവേഴ്സിനുള്ള 15,000 പേരെ ഉടൻ വേണം. ചുമ്മാ അതൊന്നുമല്ല. ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് ശമ്പളം എത്രയെന്നറിയോ? 1,92,000 രൂപ. ഭക്ഷണം സൗജന്യം, താമസം സൗജന്യം. അതുകൂടാതെ മാസം 16,515 രൂപ പ്രതിമാസം ബോണസും. അങ്ങനെ ഈ 10,000 നിർമ്മാണ തൊഴിലാളികളുടെ താമസവും ഭക്ഷണവും 1,92,000 രൂപ ശമ്പളവും കൂട്ടിയാൽ ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷം രൂപ എടുത്ത് ശമ്പളത്തിൽ 10,000 നിർമ്മാണ തൊഴിലാളികളെ ഇപ്പോൾ വേണം. ഇന്ത്യക്കാരെ അത് വെറുതെ ഒന്നുമില്ല. നേരത്തെ ഇതുപോലൊരു കോൾ വന്നിരുന്നു. ഉത്തർപ്രദേശ്, ഹരിയാന, തെലങ്കാന ഇത്രയും സംസ്ഥാനങ്ങളിൽ നന്നായിട്ട് ആളുകളെ ക്ഷണിച്ചു. 16,832 പേരെ അപേക്ഷിച്ചു. 10,349 പേരെ കൊണ്ടുപോയി. അടുത്ത ഫേസ്, രണ്ടാം ഘട്ടം കോൾ വന്നിരിക്കുകയാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏജൻസി വഴിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചുമ്മാ പറ്റിക്കുന്നതൊന്നുമല്ല. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തൊഴിൽ നൈപുണ്യ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോർപ്പറേഷനാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അത് വലിയ നല്ല തോതിൽ പോകുന്നു. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം 2023 മെയ് മാസത്തിൽ നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചു. ഓർക്കുന്നില്ലേ? വലിയ സ്വീകരണം നെതന്യാഹു കൊടുത്തു. അന്ന് ഒപ്പുവെച്ച കരാറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് 40,000 കൺസ്ട്രക്ഷൻ തൊഴിലാളികളെയും നഴ്സുമാരെയും അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം 10,349 പേരെ കൊണ്ടുപോയി. ഇനി 15,000 പേരെ കൊണ്ടുപോകാൻ പോവാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയ തമാശ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഡ്രൈവിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്ന മഹാരാഷ്ട്രക്കാരെയാണ്. കേരളത്തിൽ നിന്ന് ആരുമില്ല. കേരളക്കാർക്ക് അപേക്ഷിക്കാമോ എന്നുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. കാരണം ഈ വാർത്ത നമ്മളാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ആണ് നടക്കുന്നതെങ്കിലും മലയാളികൾക്ക് അപ്ലൈ ചെയ്യാമോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാമോ എന്നറിയില്ല. കാരണം മുമ്പ് പോയ 10,349 പേര് UP, ഹരിയാന, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് ഫേസ് മോദിയുമായിട്ടുള്ള 40,000 പ്ലസ് 5,000 നഴ്സുമാരെ കൊണ്ടുപോകുന്ന കരാറിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ടം മഹാരാഷ്ട്ര എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് വിളിച്ചാലും പോകില്ലല്ലോ. അതെ. കാരണം നെതന്യാഹുവിനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്ന ഒരു MP നമുക്കുണ്ട് കാസർഗോഡ്, രാജ്മോഹൻ ഉണ്ണിത്താൻ. പിന്നെ ഇവിടെ ഇസ്രായേൽ മുടിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ മലയാളികൾ. അതെ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ അങ്ങോട്ട് വേണ്ടെന്ന് ചിലപ്പോൾ അവരും തീരുമാനിച്ചു കാണും. അവർക്കും ഇൻ്റലിജൻസ് ഔട്ട്പുട്ടൊക്കെ കിട്ടുമല്ലോ, ഇൻപുട്സ് ഒക്കെ കിട്ടുമല്ലോ. കാരണം ഇവിടുന്നുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് നെതന്യാഹു ഇസ്രായേലിൽ മുടിഞ്ഞു പോകണം, പലസ്തീനികളാണ്, ഇസ്രായേൽ നരഭോജികളാണ് എന്നൊക്കെ പറയുന്ന വലിയ സമരമൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോകുമെന്ന് അറിയില്ല. കാരണം അങ്ങനെയാണ്. ഇവിടെ ഇടതുപക്ഷ മതനിരപേക്ഷ പാലസ്തീൻ അനുകൂല ഇൻതിഫാദയുടെ കേന്ദ്രമാണല്ലോ. ഏതായാലും നമുക്ക് നോക്കാം ഏതെല്ലാം മേഖലകളിലാണ് ഈ ആളുകളെ വിളിക്കുന്നത് നോക്കാം. അതായത് ഫ്രെയിം വർക്ക് ചെയ്യുന്നവർ, അയൺ ബെൻഡിങ്, ഇരുമ്പ് വളയ്ക്കൽ അല്ലേ? അതിന് മലയാളത്തിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പ്ലാസ്റ്ററിങ്, സിറാമിക് ടൈലിംഗ്, ഇത്രയും യോഗ്യതകളുള്ളവരാണ് വിളിക്കുന്നത്. അവരാണ് നിർമ്മാണ തൊഴിലാളികളായിട്ട് വേണ്ടത്. ഈ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ടല്ലേ? നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാർ 1,92,000 1.92 റുപ്പീസാണ് പ്ലസ് 1,615 രൂപ പ്രതിമാസ ബോണസ്. ആലോചിക്കാം. 16,515 രൂപ പ്രതിമാസ ബോണസ്. പിന്നെ താമസം, ഭക്ഷണം, ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ താമസവും ഭക്ഷണവും കഴിഞ്ഞാൽ ഈ കിട്ടുന്ന 1,92,000 പ്ലസ് 16,515 രൂപയും വേണമെങ്കിൽ നാട്ടിലേക്ക് അയക്കാം. അല്ലെങ്കിൽ ചിലവിന് വേണ്ടി 16,515 കയ്യിൽ വെച്ചിട്ട് 1,92,000 രൂപയും നാട്ടിലേക്ക് അയക്കാം. ഗൾഫിൽ പോയാൽ കിട്ടില്ല ശമ്പളം. അപ്പോൾ ഗൾഫാണ് നമ്മുടെ തീറ്റിപ്പോറ്റുന്ന അറബി നാടുകളെ മറക്കരുതെന്നൊക്കെ പറയുന്ന ആളുകൾ ഓർക്കുക. നിങ്ങളുടെ കേരളത്തിലെ മലയാളികളുടെ ഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്ന മലയാള മനസ്സെന്നൊക്കെ പറയുമല്ലോ, കേരളത്തിൻ്റെ മനസ്സാക്ഷി എന്ന് പറയുന്നവർക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് രാജ്യം വിളിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് ഈ കേരളത്തിൽ നടന്ന ഈ സംഘർഷങ്ങളൊക്കെ ഇല്ലേ പഴയവരെ മൂടി വെക്കാൻ പറ്റില്ല. ഡിജിറ്റൽ മാധ്യമം അതാണ് എല്ലാവരും. ഒരു പക്ഷേ ഈ കേരളത്തിൽ ഇത്രയും കൂട്ടിൽ കുഴപ്പമുണ്ടാക്കി സമീപകാലത്ത് ഫോർട്ട് കൊച്ചിയിൽ ഒരു ജൂ വനിത വന്നിട്ട് അവിടെ ഈ പലസ്തീൻ
അനുകൂലമായി ഇസ്രായേലിനെതിരെ വെച്ചൊരു പോസ്റ്റർ വലിച്ചേറി കളഞ്ഞു. അവിടെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ആളെല്ലാം ചെന്ന് നിന്നിട്ട് ആ പെൺകുട്ടിയെ വളഞ്ഞു വെക്കി അവരെ പോലീസ് കേസിൽപ്പെടുത്തുകയും ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയത്. ഇതൊക്കെ ഇസ്രായേൽ അറിയുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ വിദേശത്തെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത മലയാളി സമൂഹമാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകളെ ആദ്യഘട്ടത്തിലും വിളിച്ചില്ല, രണ്ടാം ഘട്ടത്തിലും വിളിച്ചില്ല. മഹാരാഷ്ട്രയിൽ അടുത്ത് നടക്കുന്ന സെക്കൻഡ് ഫേസിലും മലയാളിയെ വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ മലയാളി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക, മുദ്രാവാക്യം വിളിക്കുക, നെതന്യാഹുവിൻ്റെ കോലം കത്തിക്കുക. അപ്പോൾ ആമ്പിള്ളേർ മറ്റ് സംസ്ഥാനത്ത് ഇതൊന്നും നടക്കാത്ത അവിടെ മുസ്ലിങ്ങളില്ലാഞ്ഞിട്ടോ ഇടതുപക്ഷം ഇല്ലാഞ്ഞിട്ടോ സുഡാപ്പികളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അവർക്ക് ഇതിനൊന്നും നേരെയില്ല. ഇത് കയ്യകലത്തിലെത്തിയ ജോലിയാണ്. അതറിഞ്ഞ് 10,349 പേരെ ആദ്യത്തെ ഘട്ടത്തിൽ കൊണ്ടുപോയി. ഇപ്പോൾ 15,000 പേര്. നോക്കൂ, നഴ്സുമാർ മലയാളി നഴ്സുമാരാണ് ലോകത്തെമ്പാടും ഏറ്റവും നന്നായിട്ടിരിക്കുന്നത്, ഏറ്റവും ഡിമാൻഡുള്ളവർക്കാണ്. അവർക്ക് പോലും അവസരം നിഷേധിക്കപ്പെടുകയാണോ എന്ന് നമ്മളിപ്പോൾ ഈ വലിയ ലോകത്തെമ്പാടും നടക്കുന്ന ഇപ്പോൾ നമ്മൾ TG നമ്മുടെ ഒരു സംഭാഷണത്തിൽ ചോദിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങളുടെ അമ്മാവൻ്റെ മക്കളാണ് പലസ്തീനിലുള്ളത്. ഇവിടെ എന്താ നടക്കുന്നത്? പലസ്തീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് മലപ്പുറം ജില്ലയിലോ കാസർഗോഡോ എന്തോ സംഭവിക്കുന്ന പോലെയാണ് ഇവിടെ വികാരം തള്ളിച്ചയിൽ ഇവിടെ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. ഈ പാലസ്തീൻകാർക്ക് കേരളം അറിയത്തുപോലുമില്ല. അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചൈനയിൽ കൂട്ടക്കൊല ചെയ്യുക ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരുടെ ചോര തിളയ്ക്കുന്നുകൊണ്ടൊന്നുമല്ല. അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലായിടത്തെയും പറയണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ലോകത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല നമ്മളിവിടെ മറക്കുന്നൊന്നുമില്ല. ലോകത്തെ ഏതെല്ലാം സിറിയയിലും ലെബനോനിലും അടക്കമുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിയെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. നമ്മൾ ബെക്കോ ഹറാമിൻ്റെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞു. ഈ ഷിയ മുസ്ലിങ്ങളുടെ കാര്യത്തിലും ആരും അതിനൊന്നും ഇവിടെയുള്ള ബാക്കിയുള്ള ആരും തെരുവിലിറങ്ങുന്നില്ല. ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കുന്നില്ല, തെറി വിളിക്കുന്നില്ല, ഇസ്രായേലിൻ്റെ കൊടി കത്തിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ ചെയ്ത് അല്ലയോ സമര പുളകിതരാവുന്ന ആളുകളെ, നിങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് രക്ഷപ്പെടാൻ ജീവിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും നിഷേധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സമരങ്ങൾ മാറുകയാണ്. രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ ഇതിൻ്റെയൊക്കെ അനുഭവിക്കും. ഇപ്പോൾ സൗദി പോയിട്ട് ആരാണ്ട് പലസ്തീന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചവരെയൊക്കെ സൗദി എന്താ ചെയ്തത്? കൂടും കിടക്കെടുത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഒരു മുസ്ലിം രാജ്യമായിട്ട്. അതാണ് ലോകത്തെമ്പാടുമുള്ള ഒരു ട്രെൻഡ്. അപ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്ത് വന്നാലും, പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ കിടന്ന് കുരയ്ക്കും, കരയും, നിലവിളിക്കും, ചീത്ത വിളിക്കും. പ്രധാനമന്ത്രി 2 ചീത്ത വിളിക്കും. കാരണം ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് പറഞ്ഞു പോകും. അക്കൂട്ടത്തിൽ മലയാളി കാണും. അങ്ങനെ മലയാളി മറ്റ് മലയാളികളുടെ അവസരങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ രണ്ടാമത്തെ അറിയിപ്പ്. അതായത് ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന 1ാം ഘട്ടം, 2ാം ഘട്ടം മഹാരാഷ്ട്ര എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിലുള്ള അവസരം നഷ്ടപ്പെടുകയാണോ? കേരളത്തിലെ ആളുകൾ മുഴുവൻ ഇസ്രായേലിനെതിരാണെന്നുള്ള ഒരു വികാരം ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി മാത്രമല്ല, ഇതിനകത്ത് ഈ ഇങ്ങനെ പോകുന്ന ആളുകൾ വെറുതെ എല്ലാം പറയുന്നില്ല. അവർ ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ ക്ലാസ് വെക്കും. അതായത് നമ്മുടെ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വെച്ചിട്ട് ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുക. കാരണം ഇസ്രായേൽ എന്താണ്, ഇസ്രായേലിൻ്റെ ജീവിത രീതി എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്. ചില രാജ്യങ്ങളുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്നവർക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് NSDC, കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NSDC ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു 2-3 ദിവസത്തെ ഒരു കോച്ചിങ് ക്ലാസ്സും കൊടുത്തിട്ടാണ് ഇസ്രായേലിലേക്ക് വിടുന്നത്. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഉടനെ നടക്കുകയാണ്. പിന്നെ ഈ കെയർടേക്കർമാരായിട്ടുള്ള ആളുകൾ മിനിമം 990 ദിവസം, അതായത് 3 വർഷമെങ്കിലും കെയർ ഗീവേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗികളെ പരിചരിക്കുക, കുട്ടികളെ നോക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു 10th പറയുന്നത്. 10th ബേസിക് യോഗ്യത ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനും ഇതിനുമൊക്കെ 10th പറയുന്നത്. പക്ഷേ ഇതിന് ഇത്തരം കാര്യങ്ങളിലൊരു പ്രായോഗിക പരിശീലനം കൂടെ കിട്ടിയിരിക്കണം. ഒരു പാരാമെഡിക്കൽ എക്സ്പീരിയൻസ് കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിൽ വരുമായിരിക്കും. ഏതായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് ആളുകൾ മലയാളി നഴ്സുമാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നത്. അവരുടെയൊക്കെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇസ്രയേൽ, ഞങ്ങൾക്കൊരു ഭയവുമില്ല, ഞങ്ങളുടെ ഈ രാജ്യത്ത് ഒരു മിസൈൽ വന്ന് വീഴുന്നുള്ള പേടി പോലുമില്ല, ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വേണ്ടതൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ അലാമൊക്കെ. അതെ, മാത്രമല്ല അവിടെ കൊച്ചിയിൽ നിന്ന് പോയ ജൂതന്മാർ താമസിക്കുന്ന ഒരു പ്രദേശം തന്നെയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് അവർക്ക് വലിയ സ്നേഹമാണ്. കാരണം അവരെ ലോകത്തെമ്പാടും ഓടി നടന്നു ജൂതന്മാർ. അവരെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വേട്ടയാടുകയായിരുന്നു, അവരെ കൊല്ലുകയായിരുന്നു, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു. എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ്. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ഓടിപ്പോവേണ്ടി വന്ന ഒരു സമൂഹമാണ്. പക്ഷേ അവരെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചത് ഇന്ത്യയാണ്.
ഇന്ത്യയിൽ സവിശേഷമായി പറഞ്ഞാൽ കൊച്ചിയാണ്. നമ്മുടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും ഒക്കെ ജൂതന്മാർ വരികയും ഇവിടെ അവർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായും കൊച്ചിയിൽ കോഡർ ഫാമിലി പഴയ ആളുകൾക്കറിയാം കൊച്ചിയിലെ വൈദ്യുതി വിതരണം കോഡറുടെ കയ്യിലായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു മുത്തശ്ശനുണ്ട്. അദ്ദേഹം പറയുകയാണ് കോഡർ എടുത്ത് എന്നിട്ട് കറണ്ട് ചാർജ് അവിടെ ചെല്ലുക, കോഡറുടെ വീട്ടിൽ ചെല്ലുകയാണ്. കോഡർ ബംഗ്ലാവ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുണ്ട്. അവിടെ ചെന്നിട്ട് പറയുക ഇത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ കോഡർ അപ്പോൾ ഒരു സ്ലിപ്പ് എടുത്ത് തരും, ഇതുകൊണ്ട് കൊടുത്താൽ മതി, അടയ്ക്കണ്ട. അങ്ങനെ വലിയ നമ്മുടെ സമൂഹവുമായി ഇഴുകിച്ചേർന്ന് പാഴ്സികൾ വന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കുറേ സ്ഥലം വേണം, എന്തെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചത്രേ, ഞാനിതൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾ, രാജാവിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, എൻ്റെ ഒരു ഓർമ്മപ്പശകാണ്, രാജാവിൻ്റെ പേര് പറയേണ്ടതായിരുന്നു, മറ്റൊരു ടോക്കേ നമുക്ക് പറയാം. അത് രാജാവ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് പാല് തരണം, ഇത്തിരി പഞ്ചസാരയും തരണം എന്ന് പറഞ്ഞു. ഇന്ത്യയിലേക്ക് വന്ന ഇറാനിൽ നിന്ന പാഴ്സികളുടെ ആദ്യത്തെ സംഘത്തിൻ്റെ തലവൻ. അപ്പോൾ രാജാവ് ഇതെന്താ ചോദിക്കുമ്പോൾ ഒരു പാലും പഞ്ചസാരയും തരാൻ പറയുന്നു എന്ന് പറയുന്ന പോലെ അത്ഭുതപ്പെട്ടും ഒരു ഗ്ലാസ് പാലും പഞ്ചസാരയും കൊടുത്തു. അപ്പോൾ ഈ പാലിനുള്ളിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അയാൾ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഇതുപോലെ അലിഞ്ഞു ചേരും. അങ്ങനെയാണ് ഇന്ത്യയിലെ പാഴ്സികൾ, അങ്ങനെയല്ലേ? അവർ സ്വരാഷ്ട്രീയൻ മതക്കാരാണ്. ഈ പറഞ്ഞ മുസ്ലിം മതഭീകരവാദികളുടെ ആക്രമണത്തിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ഇന്ത്യയിൽ വന്നു, ഇറാനിൽ നിന്ന് വന്നവരാണ്. അവിടെ നിന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ടാറ്റ പാഴ്സിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സൈന്യത്തിൻ്റെ 4 സൈന്യത്തിൻ്റെയും 3 സൈന്യത്തിൻ്റെയും മേധാവിയായി 4ാമതൊരാളാണ്. 3 സൈന്യത്തലവന്മാർക്ക് മുകളിൽ 4ാമതൊരാളായിട്ട് വന്ന ഫീൽഡ് മാർഷൽ മനേക്ഷ ആരായിരുന്നു? പാഴ്സിയായിരുന്നു. പാഴ്സികൾ ഇന്ന് ഇന്ത്യക്കാരല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇന്ത്യയിലെ ഏതൊരു സമുദായത്തെക്കാളും ഇന്ത്യയുമായി ഇഴുകിച്ചേർന്ന് ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ് പാഴ്സികൾ. ടാറ്റ മാത്രം എടുത്താൽ മതി. ടാറ്റ ഇന്ത്യക്ക് നൽകുന്ന സംഭാവനകൾ ഓരോ രംഗത്തും ഈ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലികളും ചെയ്തിട്ടുണ്ട്, ജൂതന്മാർ ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ സ്നേഹപരിലാളനങ്ങൾ ഒരു ആവോളം അനുഭവിച്ച് കണ്ണീരോടെയാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. നമ്മുടെ പ്രശസ്ത കഥാകൃത്തായ സുരേഷ് കുമാർ വി എഴുതിയിട്ടുള്ള യഹൂദൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് കലാമൂതി പ്രസിദ്ധീകരിച്ചാണ്. ആ കഥയെ ബേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുതിയ നോവലും വരുന്നുണ്ട്. അതിപ്പോൾ DC-യുടെ മികച്ച നോവൽ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ വന്നിട്ടുള്ള നോവലാണ്, ഡയസ്പോര എന്നാണ്. ഞാനതിന് കൈയെഴുത്ത് വായിച്ചു. അത് ഈ കേരളത്തിലെ ജൂത സമൂഹത്തിൻ്റെ മനസ്സറിഞ്ഞെഴുതിയൊരു പുസ്തകമാണ്. ചെറുകഥയും അതെ, ചെറുകഥ വളരെ പ്രശസ്തമായ ചെറുകഥയാണ് യഹൂദൻ. 2-3 വർഷം മുമ്പ് ഓണപ്പതിപ്പിൽ കലാമതിൽ വന്ന കഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജൂതന്മാർ കേരളത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ട് അവരെ നമ്മൾ നന്നായി സ്നേഹിക്കുകയും ചെയ്തു. അവരെ കരുതലോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആളുകളെ പോലെ കരുതിയവരാണ്. അതിൻ്റെ സ്നേഹവായ്പകൾ ഇപ്പോഴും ഇസ്രയേലിലെ ജൂതന്മാർക്കുണ്ട്. മറ്റു ജൂതന്മാർക്കും അറിയാം ഇന്ത്യയിലെ, അതിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ, എറണാകുളത്തെ മലയാളി സമൂഹം എങ്ങനെയാണ് ഇവരെ കരുതിയെന്നുള്ള തിരിച്ചറിവുള്ള ആ സ്നേഹവും കടപ്പാടും ഉള്ളവരാണ് ഇപ്പോഴും ഇസ്രയേലിലെ ജൂതന്മാർ. പക്ഷേ അവർക്ക് ഈ ഇന്ത്യയിൽ നിന്ന് ആളുകളെ വിളിക്കേണ്ടി വരുമ്പോൾ കേരളീയർ വേണ്ട എന്ന് 1-ാം ഘട്ടത്തിൽ വിളിച്ചില്ല, 2-ാം ഘട്ടത്തിൽ വിളിച്ചില്ല. അപ്പോൾ അത് എന്തോ ഒരു കുഴപ്പമാണ് സംഭവം. മലയാളിയോട് എന്തോ ഒരു ഇഷ്ടക്കേട്. സാധാരണ ഈ വിദേശ രാജ്യങ്ങൾ എപ്പോഴും മലയാളികളെ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2-ാം ഘട്ടം മഹാരാഷ്ട്ര വിളിച്ചിട്ടും മലയാളികളെ വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.